നിങ്ങൾക്ക് ലീഡ്സ് കിട്ടുന്നുണ്ടോ? അതായത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ലേ? ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ലീഡ്സ് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ആ വെബ്സൈറ്റ് റൈറ്റ് ഓഡിയൻസിലോട്ട് സെർച്ച് എഞ്ചിൻസ് കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം. അപ്പോൾ ഈ വെബ്സൈറ്റ് എങ്ങനെ റൈറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കാം? അതിന് ഫൗണ്ടേഷൻ ഫിക്സ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും ഹുക്ക് പോയിന്റ്സും അതുപോലെ കോൾ ടു ആക്ഷൻസ് എല്ലാം അടങ്ങുന്ന ഒരു മെറ്റാ ടാഗ്സ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഹെഡിങ് ഹൈറാർക്കി H1, H2, H3 ഇതെല്ലാം പ്രോപ്പർ സ്ട്രക്ചറിലാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. കണ്ടന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ഗെയിൻ കൊണ്ടുവരുന്ന രീതിയിൽ കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണോ കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നത് ചെക്ക് ചെയ്യണം. അതുപോലെ പ്രോപ്പർ കാനോണിക്കൽ ടാഗ്, പിന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള URL സ്ട്രക്ചറും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടെന്ന് നോക്കാം. ഇനിയും കുറേയധികം കാര്യങ്ങളുണ്ട്, ഓൺ പേജ് ഓഫ് പേജ് ടെക്നിക്കൽ സൈഡ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിൽ ഇതൊക്കെയെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളെങ്ങനെ തിരിച്ചറിയും? അതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഡീറ്റെയിൽ എക്സ്റ്റൻഷൻ എന്നാണ് അതിൻ്റെ പേര്. സോ ഈ എക്സ്റ്റൻഷനിൽ നമ്മുടെ മെറ്റാ ടാഗ്സ്, കാനോണിക്കൽ ടാഗ്, URL സ്ട്രക്ചർ, ഹെഡിങ് ഹൈറാർക്കി പോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റർ ആണെങ്കിലും അവരെങ്ങനെയാണ് ഇതെല്ലാം യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും.